പ്രൈസ് ലോർഡ്. ദൈവം പ്രതീക്ഷിക്കുന്ന നാമത്തിലുള്ള സ്നേഹത്തെ എല്ലാ ദൈവം അറിയിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ദിവസം ദൈവങ്ങളെ ഷെയർ എൻ്റെ ഹൃദയത്തിലേക്ക് കർത്താവ് തന്ന ഒരു ചിന്ത, നമ്മളെല്ലാവരും വായ്ത്തത്വങ്ങൾ കേട്ട് റിസീവ് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന വ്യക്തിജീവിതങ്ങളാണല്ലേ. പക്ഷേ അത് പലപ്പോഴും നമ്മുടെ കരങ്ങളിൽ എത്താതെ ഡിലേ ആയി പോവുകയും മുന്നോട്ട് നീങ്ങിപ്പോകുന്നൊരവസ്ഥ. പലപ്പോഴും ഞാൻ നിങ്ങൾ ചോദിക്കാറുണ്ട്, കർത്താവേ അതെന്താ ലഭിക്കാത്തതെന്ന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ മാർക്കായിട്ട് പലപ്പോഴും നമ്മൾ ദൈവസന്നിധിയിൽ നിൽക്കാറുണ്ടല്ലേ. ആ ഒരു ക്വസ്റ്റ്യന് മറുപടിയായിട്ടാണ് കർത്താവ് ഇന്ന് നമ്മളോട് സംസാരിക്കുന്നത്. പലപ്പോഴും അതിൻ്റെ റീസൺ നമ്മൾ തന്നെയാണ് പരിശുദ്ധാത്മാവ് ശക്തമായിട്ട് ഇടപെടുകയാണ്. അത് ഏത് രീതിയിലെന്ന് ചോദിച്ചാൽ, ചില വാഗ്ദത്തങ്ങൾ നമ്മൾ കേൾക്കുന്ന പാടെ അല്ലെങ്കിൽ നമ്മൾ റിസീവ് ചെയ്യുന്ന പാടെ തന്നെ നമ്മൾ എന്ത് ചെയ്യും? ചില വ്യക്തി ജീവിതങ്ങളുമായിട്ട് നമ്മളത് ഷെയർ ചെയ്യും അല്ലേ. ഈ ദിവസങ്ങളിൽ ദൈവമക്കളെ, അത് നമ്മൾ ദൈവത്തോട് ചോദിക്കണം. ദൈവഹിതമില്ലാത്ത ഒരു വ്യക്തി ജീവിതങ്ങളോട് പോലും നമ്മൾ നമ്മുടെ വാഗ്ദത്തങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുക, അത് പറയുവാൻ നമ്മൾ ഇടയാകരുത് എന്ന് പറഞ്ഞ് ദൈവസന്നിധി പ്രാർത്ഥിക്കണം. കാണാൻ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മുടെ മോശയപ്പച്ചനെ എടുക്കുക അല്ലേ. മോസസിനെ നമുക്കറിയാം, 400 വർഷത്തിന് ശേഷം തൻ്റെ ജനത്തെ വിടുവിക്കാൻ വേണ്ടി കർത്താവ് കണ്ട് അറിഞ്ഞ ഒരു വ്യക്തി ജീവിതമാണ് മോസസ്. പക്ഷേ അദ്ദേഹം ജനിച്ച സമയത്തെ സാഹചര്യങ്ങൾ മോശമായതിൻ്റെ പേരിൽ എന്ത് സംഭവിച്ചു? പേരൻസ് 3 മാസക്കാലം അദ്ദേഹത്തെ ഒളിപ്പിച്ചു വെക്കാൻ തക്കണം ഇവിടെ അല്ലേ. വേണമെങ്കിൽ ആ പേരൻസിന് ചിന്തിക്കാമായിരുന്നു, ദൈവം കണ്ട പൈതല, അതിനെ ജനിപ്പിക്കാൻ അറിയാമെങ്കിൽ ബാക്കി വളർത്തുവാനും അറിയാം എന്ന് പറഞ്ഞ് അവർക്ക് ധൈര്യമായിട്ട് നിൽക്കാമായിരുന്നു. പക്ഷേ അവരവിടെ എന്താ ചെയ്തത്? ദൈവ നിയോഗത്തോടെ ആ കുഞ്ഞിനെ ഒളിപ്പിച്ചു വെക്കാൻ തക്കണം ഇടയായി അല്ലേ. അതിൻ്റെ ഫലമായി എന്ത് സംഭവിച്ചു? തക്ക സമയത്ത് അദ്ദേഹത്തെ കൊണ്ട് കർത്താവ് എന്ത് ചെയ്യാൻ ആഗ്രഹിച്ചോ അത് ആഗ്രഹിച്ച് ആ ഒരു നിവൃത്തിയിലേക്ക് എത്തുവാൻ തൊക്കണം ഇടയായി തീർന്നു അല്ലേ. അതുപോലെ തന്നെയാണ് ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുന്ന ചില വാഗ്ദത്തങ്ങൾ നമ്മൾ ഒളിപ്പിച്ചു വെക്കേണ്ടത് ആവശ്യമാണ്. ചിലത് നമ്മൾ ഒളിപ്പിച്ചു വെച്ച് പ്രാർത്ഥിച്ച് ഉപവസിച്ച് നമ്മുടെ കരങ്ങളിൽ പ്രാപിക്കേണ്ടത് ആവശ്യമാണ്. അതിന് ഈ ദിവസങ്ങൾ നമ്മൾ ചെയ്യേണ്ടത് കർത്താവിനോട് പറയണം, പിതാവേ ഒരു വാഗ്ദത്തം കേൾക്കുമ്പോൾ തന്നെ ദൈവഹിതമില്ലാത്ത ആടുത്തത് ഷെയർ ചെയ്യുവാൻ എന്നെ കൊണ്ട് ഇടയാക്കല്ലേ എന്ന് പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ പിതാവ് നമ്മളെ മാനിച്ച് അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. കാരണം നമ്മൾ മാനുഷ്യമായിട്ട് ചിന്തിക്കുമ്പോൾ ആ മോസസ് എൻ്റെ പേരൻസിന് വേണ്ടി ചിന്തിക്കാമായിരുന്നു. കപ്പാസിറ്റിയുള്ള ദൈവത്തെ തന്നെയാണ് ഞാൻ വിളിക്കുന്നത്, പവറുള്ള ദൈവത്തെ തന്നെയാണ് ഞാൻ വിളിക്കുന്നത്. അദ്ദേഹത്തെ അങ്ങനെ മറച്ചു വെച്ചില്ലെങ്കിലും അദ്ദേഹം ഒരിക്കലും ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുത്തത്തില്ല, അനുഗ്രഹമായി നിൽക്കുമെന്ന് വേണമെങ്കിൽ ചിന്തിക്കാമായിരുന്നു. പക്ഷേ അവിടെ ദൈവത്തെ എതിർത്ത് ചോദിക്കാതെ സത്യസന്ധമായി ദൈവഹിതത്തോടെ കാര്യങ്ങൾ മൂവ് ചെയ്തപ്പോൾ കർത്താവ് തക്ക സമയത്ത് അത് ചെയ്യേണ്ട കാര്യങ്ങൾ നിവർത്തിച്ചു കൊടുത്തു അല്ലേ. അതുപോലെ തന്നെ ഈ ദിവസങ്ങൾ ദൈവമക്കളെ, നമ്മൾ ദൈവനിയോഗത്തോടെ ഒളിപ്പിച്ചു വെക്കേണ്ട ചില വാഗ്ദത്തങ്ങൾ ഒളിപ്പിച്ചു വെച്ച് പ്രാർത്ഥിക്കുവാൻ തയ്യാറാവുകയാണെങ്കിൽ തക്ക സമയത്ത് അത് നമ്മുടെ കരങ്ങളിൽ തരിക തന്നെ ചെയ്യും. ഈ ഒരു ഷോട്ട് എല്ലാവർക്കും അനുഗ്രഹമായിട്ടെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തിക്കൊള്ളുന്നു. ഗോഡ് ബ്ലെസ് യു ഓൾ.